ഇവിടെ we have determinant 1 1 1 0 is equal to -1 not equal to 0, which means this matrix 1 1 1 0 element of GL2 ആണല്ലേ. ഇവിടെ what is the definition by center of A? If G is a group, and A element of G, then what is the 1 1 0 ആണോ? അല്ല, ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റിൽ 1 1 1 0 ആണ്. എങ്കിൽ ഞാൻ എഴുതിയത് തെറ്റായിരിക്കും. ക്വസ്റ്റ്യനിൽ എക്സസൈസിലെ ക്വസ്റ്റ്യൻ തന്നെ 1 1 1 0 ആണ്. കുഴപ്പമില്ല, എല്ലാവരും പോലെ തന്നെ നോക്കിയാൽ ജി ഒരു ഗ്രൂപ്പാണ്, എ എലമെന്റ് ഓഫ് ജി ആണ്. ദെൻ വാട്ട് ഈസ് സെന്റർ ഓഫ് എ അല്ലെങ്കിൽ സെൻട്രലൈസർ ഓഫ് എ എന്താ ബൈ ഡെഫിനിഷൻ? സെൻട്രലൈസർ ഓഫ് എ ഡെഫിനിഷൻ എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ജി സച്ച് ദാറ്റ് അല്ലേ എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എ അല്ലേ. എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കളക്ഷൻ ആണ് അല്ലേ സെന്റർ ഓഫ് എ. അപ്പൊ ഇവിടെ ഇപ്പോൾ ഞാൻ എടുക്കുന്നു, എനിക്കിപ്പോ ഇവിടുത്തെ എലമെന്റ്സ് ആരൊക്കെയെന്ന് കണ്ടുപിടിക്കുകയാണ് എന്റെ ജോലി അല്ലേ. ഇവിടുത്തെ എലമെന്റ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ജിയിലെ എലമെന്റ്സുകൾ കണ്ടുപിടിക്കുകയാണ് എന്റെ ജോലി. അപ്പോ ഇപ്പം ഒരു ഫിക്സഡ് എലമെന്റ് തന്നിട്ടുണ്ട് എ ആണ്. എ നമ്മുടെ ഇവിടുത്തെ എ ഇതാണ് അല്ലേ, ഇവിടുത്തെ എ ഇതാണ്. അപ്പോ ഇവിടെ നമ്മുടെ എ വേണമെങ്കിൽ ഇതാണ് എ അല്ലേ, ഇവിടുത്തെ എ. നമ്മുടെ ഏതാന്ന് വിചാരിക്കാം, ഇതാണല്ലോ. അപ്പോ ഞാൻ എടുക്കുന്നു ലെറ്റ്. അപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ആരൊക്കെയാണ്. സപ്പോസ് എ ബി സി ഡി ഇൻ GL2R. ABCD in GL2R. Suppose ABCD in GL2R is an element. ഇതൊരു എലമെന്റ് ആണെങ്കിൽ എലമെന്റ് ഇൻ സെൻട്രലൈസർ ഓഫ് എ ആണെങ്കിൽ, അതായത് എലമെന്റ് ഇൻ സി ഓഫ് 1 1 1 0, ദെൻ എന്തായിരിക്കും സംഭവിക്കുക? എടോ, സെന്റർ ഓഫ് എയിലെ ഒരു എലമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് ജിയിലെ എലമെന്റ് ആണ്. എന്തായിരിക്കണം? എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം. അപ്പോൾ സെന്റർ ഓഫ് 1 1 0 1 0 എലമെന്റ് ആരായിരിക്കും? അത് സെന്റർ ഓഫ് 1 1 അല്ലെങ്കിൽ സെൻട്രലൈസർ ഓഫ് 1 1 1 0 ഒരു എലമെന്റ് ആണ് എ ബി സി ഡി എങ്കിൽ എ ബി സി ഡി എന്ന എലമെന്റ് 1 1 1 0 കമ്മ്യൂട്ട് ചെയ്യും. ദെൻ എന്താ സംഭവിക്കുക? ദെൻ എ ബി സി ഡി ഇൻറ്റു 1 1 1 0 is equal to 1 1 1 0 ഇൻറ്റു എ ബി സി ഡി. ഇതാണല്ലോ ബൈ ഡെഫിനിഷൻ അല്ലേ. സെൻട്രലൈസർ ഓഫ് എൻ എലമെന്റിന്റെ ഡെഫിനിഷൻ അല്ലേ. ഒരു എലമെന്റിന്റെ സെൻട്രലൈസർ എന്ന് വെച്ചാൽ ആ എലമെന്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇനി ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്താലും ഇതിന് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുമല്ലോ. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ആകുമ്പോൾ എ പ്ലസ് ബി, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ആകുമ്പോൾ എ മാത്രം, സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ആകുമ്പോൾ സി പ്ലസ് ഡി, സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ആകുമ്പോൾ സി is equal to ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ആകുമ്പോൾ എ പ്ലസ് സി, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ആകുമ്പോൾ ബി പ്ലസ് ഡി, സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ആകുമ്പോൾ ഫസ്റ്റ് കോളം ആകുമ്പോൾ എ, സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ആകുമ്പോൾ ബി. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ അല്ലേ. ഇവിടെ നമുക്ക് ആരെയൊക്കെ പറയാം? ഇവിടെ എളുപ്പം എന്ന് പറയാൻ പറ്റുന്ന രണ്ട് ഇവിടെ നമുക്ക് സി സിംഗിൾ ആണല്ലേ, സി ബി ഈക്വൽ ടു സി ആവും അല്ലെ. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ട് എൻട്രീസ് ഈക്വൽ അല്ലേ, ബി ഈക്വൽ ടു സി ആയിരിക്കും.
അതുപോലെ തന്നെ ഇതിപ്പോൾ എ പ്ലസ് സി എ പ്ലസ് ബി ആണെങ്കിൽ ബി ഈക്വൽ ടു സി ആയല്ലോ, ഇനിയിപ്പോൾ അത് വേണ്ട. സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു എ, ഇതിൽ നിന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ്. നമുക്ക് നോക്കാം ഇവിടെ എത്ര എയും ബിയും സിയും ഡിയും നമ്മൾ നാല് ആൾക്കാർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിൽ ആരൊക്കെ സെയിം ആവും നോക്കാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു, അവിടെ ബി ഈസ് ഈക്വൽ ടു സി നമുക്ക് കിട്ടിയല്ലോ. അതായത് ഫോർത്ത് അല്ലെങ്കിൽ ഒരു അരികിൽ നിന്ന് വരാം. ആദ്യത്തെ എൻട്രീസ് എ പ്ലസ് ബിയും എ പ്ലസ് സിയും. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് സി. അപ്പൊ അതിൽ നിന്ന് എന്ത് പറയാം, എ ബി ഈസ് ഈക്വൽ ടു സി. ഓക്കെ, അത് നമുക്ക് ഫോർത്ത് എൻട്രി ഈക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർത്ത് എൻട്രിയും ബി ഈസ് ഈക്വൽ ടു സി തന്നെയാണ്. അടുത്ത് രണ്ടാമത്തെ എൻട്രി സെക്കൻഡ് റോയിലെ സെക്കൻഡ് എയും ബി പ്ലസ് ഡിയും സെയിം ആണല്ലോ. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഡി. ഇവിടെ നിന്ന് ഡി ഈസ് ഈക്വൽ ടു ബി മൈനസ് എ എന്ന് പറയാം, അല്ല എ മൈനസ് ബി എന്ന് പറയാം. എ മൈനസ് ബി. അപ്പോ എയും ബിയും ഫിക്സ് ചെയ്തോ. സിക്ക് വരെ എന്ത് കൊടുക്കാം, ഇവിടെ സിക്ക് വരെ ബി കൊടുക്കാം അല്ലെ. സിക്ക് വരെ ബി കൊടുക്കാം, ഡിക്ക് വരെ എ മൈനസ് ബി കൊടുക്കാം. അപ്പൊ എല്ലാം എയിലും ബിയിലും സിയിലും എയിലും ബിയിലും മാത്രമേ. അപ്പൊ എ ബി സി ഡിക്ക് വരെ എന്ത് കൊടുക്കാം, എക്ക് വരെ എയും ബിക്ക് വരെ ബിയും കൊടുത്തോ. സിന് പകരം ബി കൊടുക്കാം, ഡിന് വരെ എ മൈനസ് ബി കൊടുക്കാം. എല്ലാം എയിലും ബിയിലും ആയാലും. ഹെൻസ് സെന്റർ ഓഫ് അല്ലെങ്കിൽ സെൻട്രലൈസർ ഓഫ് 1 1 1 0 is equal to set of all a b b a minus b such that ഇനി ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെ. ഇതിവിടത്തെ എലമെന്റ് ആവണമെങ്കിലേ എ ബി സി ഡി GL2 ആകുള്ള എലമെന്റ് ആവണമെങ്കിൽ എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0 ആവണം. അതുപോലെ ഇവിടെയും ആര് നോട്ട് ഈക്വൽ ടു 0 ആവണം, എ ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ അതുകൂടി എടുത്ത് നോക്കണം. എ ഇൻറ്റു എ മൈനസ് ബി ഡിറ്റർമിനന്റ് മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സ്ക്വയർ, അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സച്ച് ദാറ്റ് എ സ്ക്വയർ മൈനസ് എ ബി അല്ലെ, എ സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സ്ക്വയർ നോട്ട് ഈക്വൽ ടു 0. ശരിയല്ലേ? ഇതാണ് ഈ എലമെന്റിന്റെ സെന്റർ എന്നുള്ളത്. ഏത് എലമെന്റ് ആയാലും നമുക്ക് ഇതുപോലെ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ സെൻട്രലൈസർ ഓഫ് ആൻ എലമെന്റ് ആ ഡെഫിനേഷൻ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ആ ഡെഫിനേഷൻ മാത്രം അറിഞ്ഞാൽ മതി അല്ലേ. ഒരു എലമെന്റിന്റെ സെൻട്രലൈസർ എന്ന് വെച്ചാൽ ആ എലമെന്റുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ഗ്രൂപ്പിലെ മുഴുവൻ എലമെന്റ്സിന്റെയും കളക്ഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ 1 1 1 0 ആയിട്ട് ഈ ടൈപ്പിൽ വരുന്നത്, ഈ ടൈപ്പിൽ എന്ന് വെച്ചാൽ എക്ക് വരെ 1 കൊടുത്തു, ബിക്ക് വരെ 2 കൊടുത്തു, ബിക്ക് വരെ 2 മൈനസ് എ മൈനസ് ബി അല്ലേ. നോക്കിയേ, ഇത് ഇവിടുത്തെ എലമെന്റ് ആയിരിക്കും അല്ലെ. ഈ എലമെന്റ് ഇവിടെ ഉണ്ടാവും. കാരണം എന്താ, ഇത് ഒന്നിന് എക്ക് വരെ 1, ബിക്ക് വരെ 2, ബി 2 കൊടുത്തു. അടുത്ത് എ മൈനസ് ബി എന്താ 1 മൈനസ് 2 മൈനസ് 1. ഇവിടെ മൈനസ് 1 നോക്കിയാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് -1 -4 0 അല്ലല്ലോ. അപ്പൊ ഈ എലമെന്റ് ഇവിടെ സെൻട്രൽ ഉണ്ടോ. അപ്പോൾ ഒരുപാട് എലമെന്റ്സ് ഉണ്ടോ ഈ ഫോമിൽ വരുന്ന, അതായത് ഈ ഫോമിൽ വരുന്ന എല്ലാ 2x2 മെട്രിക്സും, ഈ ഫോമിൽ വരുന്ന എല്ലാ 2x2 മെട്രിക്സും ഇതിന്റെ സെന്റർ ഉണ്ട്. അപ്പോൾ 1 2 എലമെന്റ് അല്ല, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് 1 1 1 0 എന്ന മെട്രിക്സിന്റെ സെൻട്രലൈസർ ആയിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഇല്ലേ ഇതിനോടൊപ്പം. ഫൈൻഡ് ദ അത് തന്നെ അടുത്തതല്ലേ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ അല്ലേ. സെൻട്രലൈസർ ഓഫ് 0 1 1 0 അതല്ലേ ഇൻ GL2R. അപ്പോൾ ഇനിയിപ്പോൾ അറിയാലോ, വി ഹാവ് സെൻട്രലൈസർ ഓഫ് 0 1 1 0 ഇസ് ഈക്വൽ ടു ആരാണ്, set of all by definition, set of all 2x2 matrix A B C D in GL2R അല്ല GL2R ആയിരിക്കണം. such that ഈ എ ബി സി ഡിയും
0110യുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം അല്ലെ. 0110യും ABCDയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യണം അല്ലെ. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കളക്ഷൻ അല്ലേ സെൻട്രലൈസ് ഓഫ് 0110 എന്ന് പറയുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്നു സപ്പോസ് ഞാൻ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ ആണ്, ഡെഫിനിഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ. സപ്പോസ് ABCD element of centralized of 0110 then എന്ത് ചെയ്യും, ഇപ്പൊ കമ്മ്യൂട്ട് ചെയ്യും. എന്താ ഇനി എയും ബിയും സി ഡിയും കണ്ടുപിടിച്ചാൽ മതി. ഇൻറ്റു 0110 ഈസ് ഈക്വൽ ടു 0110യും ABCDയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും അല്ലേ, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും, സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും, സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും, സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും, സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും. ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഇവിടെയും B ഈസ് ഈക്വൽ ടു സി വരും അല്ലേ. ഫസ്റ്റ് രണ്ട് എൻട്രീസിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ B ഈസ് ഈക്വൽ ടു സി, A ഈസ് ഈക്വൽ ടു D. അടുത്തും അങ്ങനെയല്ല, ബാക്കി എൻട്രീസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് തന്നെയല്ലേ പറഞ്ഞേ. അപ്പോൾ എയും ദാറ്റ് ഈസ് ABCD ഈസ് ഈക്വൽ ടു എ ഫിക്സ് ചെയ്യുക, ബിയും ഫിക്സ് ചെയ്യുക, സിക്ക് വരെ എന്ത് കൊടുക്കാം, ബി കൊടുക്കാം, ഡിക്ക് വരെ എന്ത് കൊടുക്കാം, എ കൊടുക്കാം. ഇതാണല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് സെൻട്രലൈസർ ഓഫ് ആരാ, സെൻട്രലൈസർ ഓഫ് 0110 is equal to set of all elements of the form A, B, B, A such that A square minus B square determinant not equal to 0 ആവും. എന്നാലും GL2 ആകും അല്ലെ. അതായത് ഇവിടെ വരുന്ന സെൻട്രൽ എലമെന്റ്സ് ആരൊക്കെ വരും, ഇവിടെ വരുന്ന എലമെന്റ്സ് 1 2 2 1 വരും അല്ലെ, 3 4 4 3 വരും, 1 1 1 1 1 വരില്ലല്ലോ, കാരണം ഡിറ്റർമിനന്റ് 0 ആയിപ്പോ. 1 -1 -1 1 അതും വരില്ലല്ലോ അല്ലേ, അതും ഡിറ്റർമിനന്റ് 0 ആയിപ്പോ. അപ്പോൾ 2 3 3 2 ഇങ്ങനെ ഒരുപാട് എലമെന്റ്സ് ശരിയല്ലേ. ഇനി മറ്റേത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലോ, വാട്ട് ഈസ് അല്ലെ. മൂന്നാമത്തത് സെന്റർ ഓഫ് ജി അല്ലെ, സെന്റർ ഓഫ് GL2 ആർ. സെന്റർ ഓഫ് GL2 ആർ നമ്മൾ ഒരിക്കൽ എഴുതിയാണ്, നമ്മൾ നോട്ട്ബുക്കിലുണ്ട്. ആരാ, സെറ്റ് ഓഫ് ഓൾ A0 0A such that A is a non-zero real number. A is a non-zero real number. ഈ ഫോമിൽ വരുന്ന എല്ലാ മെട്രിക്സസും, അതായത് 1 0 0 1 0 2 0 0 2 അല്ലെ, 1/2 0 0 1/2 ഇങ്ങനെ വരുന്ന എല്ലാ ആൾക്കാരും ആണ് GL2 ആറിന്റെ സെന്റർ എന്നൊക്കെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, നമ്മൾ ഇന്നലെ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ, ഇൻവേഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? സപ്പോസ് എന്തായിരുന്നേ, അത് ക്വസ്റ്റ്യൻ നമ്പർ എത്ര ആയിരുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിരുന്നു അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 4 H is equal to set of all A, B, C, D such that A plus B plus C plus D is equal to 0 is a
സബ്ഗ്രൂപ്പ് ഒന്ന് പ്രൂവ് ചെയ്തല്ലോ അല്ലേ? സബ്ഗ്രൂപ്പ് ഒന്ന് പ്രൂവ് ചെയ്തു. സബ്ഗ്രൂപ്പ് ഓഫ് ജി വരെ വന്നിട്ടുണ്ട്. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് സീറോനെ റീപ്ലേസ്. അപ്പൊ ഞാൻ ലെറ്റ് കെ സീറോനെ റീപ്ലേസ് ചെയ്ത് 1 കെ 1 എന്നെടുത്താൽ ലെറ്റ് കെ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സി ഡി സച്ച് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഈ സബ് ഗ്രൂപ്പ് ആണെന്ന് ചോദിച്ചു. ഈ സബ് ഗ്രൂപ്പ് ആണോ? ഒരു കാര്യം ശരിയാണെന്ന് പറയാൻ വേണ്ടി എല്ലാം കണ്ടീഷനും പറയണം. ഗ്രൂപ്പ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് 4 കണ്ടീഷൻ പറയണം. ഗ്രൂപ്പ് അല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫെയിൽ ആയാവും. ഞാനേ we have 0 0 0 0 is the additive element അല്ലേ? ഇതാണല്ലോ ഈ additive element of G. additive element of G ഇതല്ലേ? ജിയിലെ additive element തന്നെ സബ്സെറ്റിൽ ഉണ്ടായാലും സബ്സെറ്റിലും additive element വരുള്ളൂ. additive property സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇതേ എലമെന്റ് തന്നെ എവിടെയും വരണം, ഇതേ എലമെന്റ് തന്നെ എവിടെയും വരണം, ഹെച്ചിൽ വരണം. അപ്പോൾ ഇതേ ഹെച്ചിലുണ്ട്, കാരണം 0 0 0 എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും. അപ്പോൾ 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 0 വരുന്നത് കൊണ്ടാണ് ഇവിടെ 0 0 0 0 എന്ന എലമെന്റ് ഹെച്ചിലുണ്ടാവും. പക്ഷെ നിങ്ങൾ ഈ 0 0 0 0 എന്ന 2x2 മെട്രിക്സ് 0 മെട്രിക്സ് കെയിൽ ഉണ്ടാകുമോ? ഈ 0 0 0 0 എന്ന 2x2 മെട്രിക്സ് കെയിൽ ഉണ്ടാകുമോ? കെയിലുള്ള എലമെന്റ്സുകളുടെ പ്രത്യേകത എന്താ? അവിടെ എൻട്രീസിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1 വരണം. 0 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 0 1 അല്ലല്ലോ. അതുകൊണ്ട് 0 0 0 0 എന്ന 2x2 മെട്രിക്സ് കെയിൽ വരത്തില്ലല്ലോ അല്ലേ? we have 0 plus 0 plus 0 plus 0 not equal to 1, which implies 0 0 0 0 എന്ന മെട്രിക്സ് നോട്ട് എലമെന്റ് ഓഫ് കെ ആണ്. ദാറ്റ് ഈസ് additive property fail. അതുകൊണ്ട് കെ ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ്. additive എലമെന്റ് ഇല്ല, പിന്നെ എങ്ങനെ സബ് ഗ്രൂപ്പ് ആവും? നോട്ട് എ സബ് ഗ്രൂപ്പ്. additive എലമെന്റ് ഉണ്ടെങ്കിൽ സബ് ഗ്രൂപ്പ് ആയാണ്. additive എലമെന്റ് ഇല്ലല്ലോ. അതാണ് പറയാൻ എളുപ്പം, അല്ലാതെ പറയാൻ പറ്റും. അടുത്തതായിരുന്നു, അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ക്വസ്റ്റ്യൻ വായിക്കും ഞാൻ, അല്ലെങ്കിൽ മൊബൈൽ G is equal to GL2 ആകും അല്ലേ? G is equal to GL2 ആകും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. 5 G is equal to set of given GL2R given GL2R is a group and also given a subset H is equal to set of all diagonal matrix ആണ്. അതുകൊണ്ട് A0 0 B A0 0 B such that A and B are non-zero integers.
A and B are non-zero integers. A and B are non-zero integers. ഇത് സബ് ഗ്രൂപ്പ് ആണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. Prove or disprove. H is a subgroup of G. Subgroup of GL2. എടോ ഇത് സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്താൽ മതി? ഇത് സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്താൽ മതി? ഇവിടെ ഇത് സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ബൈനറി ഇൻവേഴ്സ് മാത്രം പോരെ? 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് വെച്ചിട്ട് അല്ലേ? നോക്കുക ക്ലിയർലി. നമുക്കറിയാം 1ഉം 0ഉം 0ഉം 1ഉം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എയും ബിയുടെ ഇത് എയുടെയും ബിന്റെയും പ്ലേസിൽ നോൺ സീറോ ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ 1ഉം 0ഉം 0ഉം 1ഉം ഹെച്ചിൽ എലമെന്റ് ആണല്ലോ അല്ലേ? എന്താ റീസൺ അല്ലേ? ഇവിടെ 1 മൈനസ് 0 1 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇത് എവിടെയുള്ള എലമെന്റാ? GL2 ആകുള്ള എലമെന്റ് ആണ്. അപ്പോ GL2 ആകുള്ള എലമെന്റ് ആണ്. Which implies H is a non-empty subset. കാരണം എല്ലാ ഇൻഡിജേഴ്സും ഉണ്ടല്ലോ. എക്കും ബിക്കും പകരം ഏത് നോൺ സീറോ ഇൻഡിജറും കൊടുക്കാമെന്നല്ലേ അവർ പറഞ്ഞത്. H is a non-empty set. അപ്പോൾ H non-empty subset ആണ് അല്ലേ? ഒരു non-empty subset സബ് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് കാണിച്ചാൽ മതി? ബൈനറിയും ഇൻവേഴ്സും മാത്രം കാണിച്ചാൽ മതി. അതാണ് തിയറം പറയുന്നത്. 2 സ്റ്റെപ്പ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ് വെച്ച് പ്രൂവ് ചെയ്യാം. ബൈനറി പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ 2 എലമെന്റ്സ് എടുക്കുന്നു. ലെറ്റ് A1 0 0 B1, A2 0 0 B2 are 2 elements in H. Hലെ 2 elements അല്ലേ? Where A1 B1 A2 B2 are non-zero integers. ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ലെറ്റ് A is equal to B is equal to എന്നൊക്കെ എടുക്കാം. Then AB, what is AB? A1 ഫസ്റ്റ് റോ A1 A2 ആവും അല്ലേ? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ആകുമ്പോൾ 0 ആവും. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളം ആകുമ്പോൾ 0 ആവും. സെക്കൻഡ് റോയും സെക്കൻഡ് കോളം ആകുമ്പോൾ B1 വരും. എടോ A1ഉം 0 അല്ല B1ഉം അല്ലേ? A1ഉം ഇവിടെ പറഞ്ഞല്ലോ A1 A2 B1 B2 എല്ലാം നോൺ സീറോ ഇൻഡിജേഴ്സ് ആണ്. അതുകൊണ്ട് A1 A2 നോൺ സീറോ ആയിരിക്കും, B1 B2 നോൺ സീറോ ആയിരിക്കും. അപ്പോൾ AB എലമെന്റ് ഓഫ് H ആണ് അല്ലേ? ഈ ഡയഗണൽ മെട്രിക്സിന്റെ കളക്ഷൻ അല്ലേ? ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആയിട്ട് വരുന്ന എലമെന്റ്സുകളുടെ കളക്ഷൻ അല്ലേ H എന്ന് പറയുന്നത്? ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആയിട്ട് വരുന്ന നോൺ സീറോ ഇൻഡിജേഴ്സ് ആയിട്ട് വരുന്ന 2x2 മെട്രിക്സിന്റെ കളക്ഷൻ അല്ലേ H? അപ്പോ the reason since A1 A2 and B1 B2 are non-zero integers and A1 A2 B1 B2 അല്ലേ നോട്ട് ഈക്വൽ ടു 0. ഇവിടെ എങ്ങനെയല്ലേ? ഇവിടെയും A1 B1 നോട്ട് ഈക്വൽ ടു 0 ആണ് അല്ലേ? A2 B2 നോട്ട് ഈക്വൽ ടു 0 ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ സിൻസ് A1 A2 B1 B2
ഇത് ഡിറ്റർമിനന്റ് അല്ലേ, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ദാറ്റ് ഈസ് AB element of H for all A, B element of H. Hൽ നിന്ന് ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും അവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ H ഉണ്ടാവും. Therefore, H is closed under the matrix multiplication. Closed under the matrix multiplication. Under the operation matrix multiplication. അടുത്ത് സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് ഇൻവേഴ്സ് പറയാം അല്ലേ. ഞാൻ എടുക്കില്ല A is equal to A0 0 B element of H, that is A not equal to 0, B not equal to 0 in എവിടെയാ integers. Therefore എയും ബിയും 0 അല്ലെങ്കിൽ എയും ബിയും 0 അല്ലെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് ആരാ? BA 0 0 ആണ്, ഡിവൈഡഡ് ബൈ 1/AB, ശരിയാണോ? ഈക്വൽ ടു B/AB 0 0 A/AB. അപ്പോൾ എന്താവും? 1/A 0 0 1/B, ശരിയല്ലേ? എയും എ ഇൻവേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? A 0 0 B ഇൻറ്റു 1/A 0 0 1/B. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? A ഇൻറ്റു 1/A അല്ലെ, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും, ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും, സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും, സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും അല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ എലമെന്റ് Hൽ എലമെന്റ് ആണോ? ഈ എലമെന്റ് Hൽ എലമെന്റ് ആണോ? A നോൺ സീറോ ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞിട്ട് 1/A 0 1/E 1/A 0 0 1/B എന്ന എലമെന്റ് Hൽ ഉണ്ടാവോ? A ഇൻറ്റിജർ ആണെന്ന് വെച്ചാൽ 1/A ഇൻറ്റിജർ ആവോ? 2 ഇൻറ്റിജർ ആണ്. 1/2 ഇൻറ്റിജർ ആണോ? അപ്പോൾ ഈ എലമെന്റ് എവിടെ ഉണ്ടാവില്ല? Hൽ ഉണ്ടാവില്ല. നോക്കട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എയും ബിയും നോൺ സീറോ ഇൻറ്റിജേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എയും ബിയും നോൺ സീറോ ഇൻറ്റിജേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എയും ബിയും നോൺ സീറോ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ കളക്ഷനാ H. ബൈനറി ഓപ്പറേഷൻ ശരിയാവുമെങ്കിൽ ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഫെയിൽ ആവും. കാരണം എന്തില്ല അല്ലെ, അവിടെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുകയല്ലേ. ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ. അത് ഇത് ഗ്രൂപ്പാണ്. ഓക്കെ, ഇത് ഇവിടെ റിയൽ നമ്പർ ഒന്നുകൊണ്ടാണ് ഇത് ഗ്രൂപ്പായത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് എയും ബി ഇൻറ്റിജേഴ്സ് എന്നാ പറഞ്ഞു, നോൺ സീറോ ഇൻറ്റിജേഴ്സ് എന്നാ പറഞ്ഞു. എയും ബിയും നോൺ സീറോ ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് മൾട്ടിപ്ലിക്കേഷനിലാണ്. മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഇൻവേഴ്സ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ഇത് ഓക്കെ, ബൈനറി ഓക്കെ ആണ്. പക്ഷെ ഇൻവേഴ്സ് പ്രോപ്പർട്ടി വരുമ്പോൾ 1/A 1/B വരൂലേ. ഈ 1/A എന്ന് പറഞ്ഞാൽ 2 വന്നാൽ എന് പകരം 2 വന്നാൽ 1/2 ഇസഡിൽ വരില്ലല്ലോ. എന് പകരം 3 വരാമല്ലോ. അപ്പൊ ഇസഡ് 1/3 വരില്ലല്ലോ ഇസഡിൽ. അപ്പാട് 1നും -1നും മാത്രമല്ലേ റെസിപ്രോക്കൽ ഇസഡിൽ തന്നെ ഉള്ളൂ. അപ്പൊ ഇതെന്തല്ല, therefore it is not a group അല്ലേ. ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടണമെന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്പർ 2 we have 2 0 0 3 element of H. The element of we have 0 element of H, but
we have A is equal to, but we have A is equal to this, but A inverse in the inverse diagonal matrix in the inverse ആണ് 1/2 0 0 1/3 not element of H. In the reason, since 1/2 comma 1/3 are not in integer section അല്ലേ? അവിടെ Hൽ വരുന്ന ആൾക്കാർ ഇന്റിജേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Hence H is not a subgroup. It is not a subgroup of GL2. കാരണം അവിടെ ഇന്റിജേഴ്സ് പറഞ്ഞു പോയി. റിയൽ നമ്പേഴ്സ് വന്നെങ്കിൽ ഓക്കെ, റിയൽ നമ്പേഴ്സ് വന്നെങ്കിൽ എന്താവും? ഇവിടെ ഇത് ഈ ലൈനിൽ ഒറ്റ കാര്യം മാത്രം മാറ്റിയാൽ മതിയായിരുന്നു. എ ആൻഡ് ബി ആർ നോൺ സീറോ ഇന്റിജേഴ്സ് എന്ന് പറയുന്നതിന് പകരം നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിത് സബ്ഗ്രൂപ്പ് ആവുമായിരുന്നു. ഇപ്പോൾ ഡിസ്പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഇതിന്റെ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും മൊത്തത്തിൽ എഴുതുന്നുണ്ട്, ഞാൻ ചുമ്മാ എഴുതുന്നേ ഉള്ളൂ. ഇത് മാത്രം, ഈ ഒരു കാര്യം മാത്രം എഴുതാതെ അല്ലേ, തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു കണ്ടീഷൻ മാത്രം മതിയാവും. Next, 6 അല്ലേ. Let G be a group. Let G be a group then show that center of G is equal to intersection of centralizer of A for all A in G. ജിയിലെ എല്ലാ എലമെന്റ്സുകളുടെയും സെൻട്രലൈസറുകളുടെ ഇന്റർസെക്ഷൻ ആയിരിക്കും ജിന്റെ സെന്റർ എന്ന പ്രൂവ് ചെയ്യാണ്. ജി ഒരു ഗ്രൂപ്പാണ്. ജി ഒരു ഗ്രൂപ്പാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ജി ഒരു ഗ്രൂപ്പാണ്. നമുക്ക് സെന്ററിന്റെ ഡെഫിനിഷൻ അറിയാത്തവരായതുകൊണ്ടോ, വി ഹാവ് സെന്റർ ഓഫ് ജി. വാട്ട് ഈസ് സെന്റർ ഓഫ് ജി? സെന്റർ ഓഫ് ജിന്റെ ഡെഫിനിഷൻ എന്താ? സെറ്റ് ഓഫ് ഓൾ എ ഇൻ ജി such that Ax is equal to xa for all x belongs to G. ജിയിലെ എല്ലാ എലമെന്റ്സുമായിട്ടും കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ. ഡെഫിനിഷൻ എക്സാമ്പിളൊക്കെ കാര്യമായിട്ട് സെന്റർ ഓഫ് ജി ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു സെറ്റ്, ഇതൊരു സെറ്റാണല്ലോ. സി എന്റെ മീനിങ് എന്താണോ? സെന്റർ ഓഫ് എന്റെ മീനിങ് എന്താ? സെന്റർ ഓഫ് എന്റെ മീനിങ് എന്താ? സെന്റർ ഓഫ് എന്റെ മീനിങ് ജിയിലെ എല്ലാ സെൻട്രലൈസർ ഓഫ് എന്റെ മീനിങ് എയുമായിട്ട് അല്ലേ? അത് നമുക്കറിയാലോ. A element of G, then centralizer of A. Centralizer of A എന്തെന്നറിയാം? Set of all x in G such that Ax is equal to xa. എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ജിയിലെ ആൾക്കാർ. ജിയിൽ എല്ലാവരും വരണമെന്നില്ല, ഒരു പക്ഷെ വന്നേക്കാം. ഐഡന്റിറ്റി എലമെന്റ് ഒക്കെ വരുമെങ്കിൽ എല്ലാ എലമെന്റും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പോ നമ്മൾ D4 സെന്റർ ഓഫ് R0 പറഞ്ഞു. സെന്റർ ഓഫ് R0 പറഞ്ഞപ്പോൾ നമുക്ക് D4 തന്നെ കിട്ടി, ഓർമ്മയാണ്. സെന്റർ ഓഫ് R9G പറഞ്ഞു. സെന്റർ ഓഫ് R9G പറഞ്ഞപ്പോൾ എന്ത് വന്നു? R0, R9G, R180, R270 വന്നു. അടുത്ത സെന്റർ ഓഫ് H പറഞ്ഞു.
സെന്റർ ഓഫ് എച്ച് പറഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെ വന്നു? നിങ്ങൾ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതിയതാണ്. R0 വന്നു, എച്ച് വന്നു, R180 വന്നു, വി വന്നു. അടുത്ത സെന്റർ ഓഫ് ഡി എഴുതി. സെന്റർ ഓഫ് ഡി എഴുതിയപ്പോഴോ R0 വന്നു, നോട്ട്ബുക്കിൽ മറിച്ച് നോക്കിയാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സാമ്പിൾ. ഡി വന്നു, R180 വന്നു, ഡി ഡാഷ് വന്നു. ഇനി ഡി R0 R90 R180 എഴുതിയല്ലോ. R180 എഴുതിയപ്പോൾ അത് വന്നു. സെന്റർ ഓഫ് R180 എഴുതിയപ്പോഴും D4 തന്നെ വന്നു. സെന്റർ ഓഫ് R180. അടുത്ത് സെന്റർ ഓഫ് 270. സെന്റർ ഓഫ് 270 എഴുതിയപ്പോൾ R270 എഴുതിയപ്പോഴും R90യും സെയിം ആയിട്ട് വന്നു. സെന്റർ ഓഫ് വിയും സെന്റർ ഓഫ് എച്ചും സെയിം ആയിട്ട് തന്നെ വന്നു. സെന്റർ ഓഫ് ഡി ഡാഷും സെന്റർ ഓഫ് ഡിയും സെയിം ആയിട്ട് തന്നെ വന്നു. ഓർമ്മ ഇതിലേ ഇനി സെന്റർ ഓഫ് D4 എഴുതിയവരല്ലേ നമ്മൾ? സെന്റർ ഓഫ് D4 എഴുതിയപ്പോൾ ആരൊക്കെ വന്നുള്ളൂ? R0യും R180. എടോ ഇവിടെ എല്ലാ എലമെന്റ്സും ഉണ്ട്. ഇവിടെ ഇത്രയും പേരാണുള്ളത്, ഇവിടെ ഇത്രയും പേരാണുള്ളത്, ഇവിടെ ഇത്രയും പേരാണുള്ളത്. ഇവിടെ ഇന്റർസെക്ഷൻ എടുത്തു പോകും. ഇവിടെ R0 ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ R0 ഉണ്ട്. ഇതാ ഓക്കെ. അടുത്ത് R9 ഇവിടെ R9 ഇവിടെ എല്ലാ എലമെന്റ്സും ഉണ്ട്. അപ്പൊ R90 ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി വരത്തില്ല. അപ്പൊ R90 വരത്തില്ല. R180 ഇവിടെ ഉണ്ട്, ഇവിടെ D4 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പൊ R180 സെന്റർ ഓഫ് Z4 ഉണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ആൾക്കാരുടെയൊക്കെ ഈ പറഞ്ഞ എല്ലാ സെന്ററുകളുടെയും എല്ലാ എലമെന്റ്സുകളുടെയും സെന്ററുകളുടെ ഇന്റർസെക്ഷൻ എടുത്തപ്പോൾ R0 R180 മാത്രമല്ലേ കിട്ടി? ഈ R0 R180 അല്ലേ D4ന്റെ സെന്റർ? നമ്മൾ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് അവിടെ. ഇതിനു വേണ്ടി ഈ എക്സാമ്പിൾ ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ശരിയാണോ? ഓക്കെ. ഇനി അപ്പൊ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് രണ്ട് സെറ്റുകൾ ഈക്വൽ എന്നാണ് അല്ലേ? ഏതൊക്കെ? സെന്റർ ഓഫ് ജി എന്ന സെറ്റും സെന്റർ ഓഫ് എകളുടെ ഇന്റർസെക്ഷൻ സെറ്റും ഈക്വൽ ആണ്. ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണ്. കുറെ സെറ്റുകളുടെ ഇന്റർസെക്ഷൻ ഒരു സിംഗിൾ സെറ്റ് ആയിരിക്കുമല്ലോ, ഒറ്റ സെറ്റ് ആയിരിക്കും. ഇപ്പൊ രണ്ട് സെറ്റുകൾ ഈക്വൽ എന്ന് പോയാൽ ഇത് സബ്സെറ്റ് ഓഫ് ഇതെന്നും സെന്റർ ഓഫ് ജി സബ്സെറ്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സെൻട്രലൈസ് ഓഫ് എ എന്നും തിരിച്ച് ഇന്റർസെക്ഷൻ ഓഫ് സെൻട്രലൈസേഴ്സ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഈ സബ്സെറ്റ് ഓഫ് സെന്റർ ഓഫ് ജി എന്നും പറയാം അല്ലേ? അപ്പൊ ഈ സെറ്റ് ജി സെന്റർ ഓഫ് ജി സബ്സെറ്റ് ഓഫ് ഇതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ എലമെന്റ്സും ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതിയല്ലോ. ഇവിടുത്തെ ഒരു ആർബിട്രറി എലമെന്റ് എടുക്കുക, അത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കുക. സോ ഞാൻ എടുക്കും ലെറ്റ് ഒരു ആർബിട്രറി എലമെന്റ് എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് ജി ഉണ്ടെന്ന് എടുക്കും. എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് ജി ആണെങ്കിൽ പ്രത്യേകത എന്താ? എക്സ് ജിയിലെ മുഴുവൻ എലമെന്റ്സുമായിട്ട് കമ്പ്യൂട്ട് ചെയ്യും അല്ലേ? ദെൻ Ax is equal to xa for all A belongs to G. For all A belongs to capital G. ഇതിന്റെ ഡെഫിനിഷൻ എന്താ? ഇതല്ലേ Ax is equal to xa എന്ന് പറയുന്നതല്ലേ സെന്റർ ഓഫ് എന്റെ ഡെഫിനിഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എക്സ് എവിടെയുണ്ട്? എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് എയിലുണ്ട് അല്ലെ? ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി അല്ലെ? മുകളിലെ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി, താഴെ ഫോർ ഓൾ എ ബിലോങ്സ് ടു. ശ്രദ്ധിക്കുക, എക്സ് സെന്റർ ഓഫ് ജിയിലുണ്ട്. എക്സ് എവിടെയുണ്ട്? എല്ലാ ഓൾ എ ഇൻ ജി, ജിയിലെ എല്ലാ എലമെന്റ്സുകളുടെയും സെൻട്രലും. അതിന്റെ മീനിങ് എന്താ? എക്സ് ബിലോങ്സ് ടു എവിടെയുണ്ട്? എല്ലാ എകളുടെയും സെന്റർ എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ ഓഫ് സെന്റർ ഓഫ് എ. ശരിയല്ലേ? ഫോർ ഓൾ
അങ്ങനെ ഫോർ ഓൾ എന്ന് പറയണ്ട. ഫോർ ഓൾ എ ഇൻ ജി എന്ന് വെച്ചാൽ എക്സ് എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സെന്റർ ഓഫ് എ ബിലോങ്സ് ടു എല്ലായാലും എ ബിലോങ്സ് ടു ജി. അപ്പൊ നോക്കി നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? എക്സ് സെന്റർ ഓഫ് ജി ഉണ്ടെന്ന് തുടങ്ങി. എക്സ് എവിടെ ഉണ്ടെന്ന് കിട്ടി? ഇന്റർസെക്ഷൻ ഓഫ് സെൻട്രലൈസർ ഓഫ് എ ഉണ്ടെന്ന് കിട്ടി. അപ്പൊ എന്ത് പറയാം? therefore center of G subset of intersection of centralizers of A. Intersection of centralizers of A. ഒന്നാമത്തെ. ഇനി തിരിച്ചു പറയണം. കോൺവേഴ്സിലി തിരിച്ച് റൈറ്റ് സൈഡിൽ നിന്ന് എലമെന്റ് എടുക്കാം. ലെറ്റ് ഇവിടുന്ന് എലമെന്റ് എക്സ് എലമെന്റ് ഓഫ് intersection of centralizers of A. X element of intersection of centralizers of A. X എല്ലാ ഇല്ലേ ഇതിന്റെ മീനിങ് എന്താ? എക്സ് എന്ന ഒരു ആർബിട്രറി എലമെന്റ് എയുടെ ജിയുടെ ഒരു എലമെന്റ് എ, അതിന്റെ സെൻട്രലൈസർ സി ഓഫ് എ, എല്ലാ സി ഓഫ് എകളിലും ഉണ്ടെന്നല്ലേ. therefore എക്സ് എലമെന്റ് ഓഫ് center of A for all A belongs to G എന്നല്ലേ. അപ്പോൾ എക്സ് സെന്റർ ഓഫ് എ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയും? എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എ, അതല്ലേ ഡെഫിനിഷൻ. ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി എന്നല്ലേ. ഇതിന്റെ മീനിങ് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ് ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി എന്നില്ല എക്സ് എലമെന്റ് ഓഫ് എന്തെന്ന് പറയണേ? സെന്റർ ഓഫ് എ ജി എന്ന് പറയണേ അല്ലേ? അങ്ങനല്ലേ ഡെഫിനിഷൻ? അതാണ് ഞാൻ ആദ്യം എഴുതിയത്. എ ബിലോങ്സ് ടു സെന്റർ ഓഫ് അല്ലേ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എ എക്സ് ഈക്വൽ ടു എക്സ് എ അങ്ങനെയാണല്ലോ. ഇവിടെ ഫോർ ഓൾ എക്സ് പറഞ്ഞു. ഇവിടെ നമ്മൾ അവിടെ എഴുതിയപ്പോൾ എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ജി. ഇവിടെ നമ്മൾ അവിടെ എഴുതിയപ്പോൾ എ എക്സ് ഈക്വൽ ടു എക്സ് എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ജി. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് ജി ആയിരിക്കും. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സെൻട്രലൈസേഴ്സ് ഓഫ് എ ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് ജി എന്ന് കിട്ടിയല്ലോ. therefore intersection of centralizers of A is a subset of center of G. From 1 and 2 set G is equal to intersection of centralizers of A. ജിയിലെ എല്ലാ എലമെന്റ്സുകളുടെയും സെന്റർ എടുത്തിട്ട് അവയുടെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്ത് കിട്ടും? സെൻട്രലൈസർ ഓഫ് എ എടുത്തിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ സെന്റർ ഓഫ് ദ ഗ്രൂപ്പ് കിട്ടും. ഇനി let G be a group. Let capital G be a group and let A element of G then prove that centralizer of A is equal to centralizer of A inverse. ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എന്റെ സെന്ററും സെൻട്രലൈസറും എ ഇൻവേഴ്സിന്റെ സെൻട്രലൈസറും സെയിം ആണ് അല്ലേ? നമുക്കറിയാം അല്ലേ? വി ഹാവ് സെന്റർ ഓഫ് എ എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രലൈസർ ഓഫ് എ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ജി സച്ച് ദാറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എ ഇതല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? സെന്റർ ഓഫ് എ ഇസ് ഈക്വൽ ടു
സെൻറ്റർ ഓഫ് എ ഇൻവേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഒരു എലമെന്റ് എടുത്തിട്ട് അത് ഇവിടെ ഉണ്ടെന്ന് കാണിക്കുക, അപ്പോൾ ഇത് സബ്സെറ്റ് ഓഫ് ഇതാവും. തിരിച്ച് ഇവിടുത്തെ ഒരു എലമെന്റ് എടുത്തിട്ട് ഇവിടെ ഉണ്ടെന്ന് കാണിക്കുക, അപ്പോൾ രണ്ടാമത്തെ സബ്സെറ്റ് ഓഫ് ഒന്നാമത്തെ ആവും. അപ്പോൾ രണ്ടും കൂടി ഈക്വൽ ആവും. അപ്പോൾ അതിന് വേറെ ഞാൻ ഒരുമിച്ച് തന്നെ ചെയ്തു പോകാം എളുപ്പത്തിൽ, നമുക്ക് എളുപ്പം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് എ, എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് എ ആണെങ്കിൽ നമുക്ക് ഡെഫിനിഷൻ ബൈ ഡെഫിനിഷൻ എന്താ അറിയാം, എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എ. അപ്പോൾ എനിക്ക് തിരിച്ചും പറയാമല്ലോ, എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സ് സെന്റർ ഓഫ് എ എന്ന് പറയാമല്ലോ, സെൻട്രലൈസർ ഓഫ് എ എന്ന് പറയാമല്ലോ. ഇനി ഇതിന്റെ രണ്ട് സൈഡ് എ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാണ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് എ അല്ലേ, അത് രണ്ട് സൈഡ് ഈക്വൽ ആണല്ലോ ഇങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി എ ഇൻവേഴ്സ് എ എക്സിന് എങ്ങനെ എഴുതാമല്ലോ, എ ഇൻവേഴ്സ് എ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് എ അസോസിയേറ്റഡ്. എ ഇൻവേഴ്സ് എ ഇ എന്നല്ലേ പറയണേ. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ഇൻറ്റു എക്സ് is equal to A inverse XA. ഇനി രണ്ട് സൈഡ് എ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാം. അതിപ്പോൾ ഇവിടെ എന്ത് കിട്ടി, എക്സ് അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് എ, എ ഇൻവേഴ്സ് എക്സ് എ. ഈ രണ്ട് സൈഡ് എ ഇൻവേഴ്സ് റൈറ്റ് സൈഡ് ഓപ്പറേറ്റ് ചെയ്യാം. എക്സ് എ ഇൻവേഴ്സ് പോസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാം. എ ഇൻവേഴ്സ് എക്സ് എ ഇൻവേഴ്സ് ആണ്. അപ്പോൾ എക്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഐഡന്റിറ്റി എലമെന്റ് ആണ്. അപ്പോൾ എക്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ, എക്സ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് സെൻട്രലൈസർ ഓഫ് എ ഇൻവേഴ്സ് ആണ് അല്ലേ. അപ്പോൾ എക്സ് എലമെന്റ് ഓഫ് സെൻട്രലൈസർ ഓഫ് എ നിങ്ങൾക്ക് രണ്ടായിട്ട് എഴുതണമെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ എഴുതിയാൽ എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് എ ആണെങ്കിൽ എ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എ, എക്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് എലമെന്റ് ഓഫ് സെന്റർ ഓഫ് എ ഇൻവേഴ്സ്. നമ്മൾ ഇത് രണ്ടായിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ സൈഡിലെ ആരോ മാർക്കിനെ മാറ്റി ഫാൻഡോളിഫ് മാറ്റിയിട്ട് ഇതിങ്ങനെ എഴുതി പോവുക. ഇങ്ങനെ എഴുതി പോകും, ഒരു സൈഡ് മാത്രം എഴുതി പോകുമ്പോൾ എന്താവും, എക്സ് സെന്റർ ഓഫ് എയിൽ ഉണ്ടെന്ന് എടുത്തിട്ട് ഈ സെന്റർ ഓഫ് എ ഇൻവേഴ്സിൽ ഉണ്ടെന്ന് കിട്ടുമ്പോൾ സെന്റർ ഓഫ് എ ഇൻവേഴ്സ് ഈസ് എ സബ്സെറ്റ് ഓഫ് സോറി സെന്റർ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എവിടെ നിന്ന് തുടങ്ങും, സെന്റർ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് സെന്റർ ഓഫ് സെൻട്രലൈസർ ഓഫ് എ ഇൻവേഴ്സ്, സെൻട്രലൈസർ ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് സെൻട്രലൈസർ ഓഫ് എ ഇൻവേഴ്സ്. തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോവുക, താഴെ നിന്ന് മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ പോയി അവസാനിക്കും. അപ്പോൾ എക്സ് സെന്റർ ഓഫ് എ ഉണ്ടാവും. ആൻഡ് സെന്റർ ഓഫ് എ ഇൻവേഴ്സ് സബ്സെറ്റ് ഓഫ് സെന്റർ ഓഫ് എ. പ്രൂഫ് ഇത് മതി, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഴുതി പോയതുകൊണ്ട്, ഇഫ് ആൻഡ് ഓൺലി ഇഫിന്റെ സിമ്പിൾ ഇട്ട് എഴുതി പോയതുകൊണ്ട് ഇത് മതി. ദസ് സെൻട്രലൈസർ ഓഫ് എ ഈസ് ഈക്വൽ ടു സെൻട്രലൈസർ ഓഫ് എ ഇൻവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ? Suppose that